ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിയൊരു സിറ്റി ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലേസ് ഏതാണെന്നല്ലേ? മാഗ്ഡബൂർഗ്. ജർമ്മനിയിലെ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ് സാക്സൺ അൻഹാൾട്ട്. അതിൻ്റെ ക്യാപിറ്റലാണ് മാഗ്ഡബൂർഗ്. യൂറോപ്പിലെ ഫേമസ് ആയ എൽബെ റിവറിൻ്റെ അടുത്താണ് മാഗ്ഡബൂർഗ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് മാഗ്ഡബൂർഗിലെ ഒരു ഫേമസ് ബിൽഡിംഗ് ആണ്, ഗ്രീൻ സിറ്റാഡൽ. മാഗ്ഡബൂർഗ് കത്തീഡ്രലിൻ്റെ അടുത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക തരം ഗ്രാസ് റൂഫൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ട്രീസൊക്കെ വളർത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഓരോ വിൻഡോസ് ഉണ്ട്. ഇപ്പോൾ ഒരേ ഷേപ്പിലുള്ള വിൻഡോസ് രണ്ടു വട്ടം കാണാൻ പറ്റില്ല. അതായത് ഒരു ഷേപ്പിൽ ഒരു വിൻഡോ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്തൊരു കോട്ടയാടാണിത്. ഇതാണ് ഇതിലെ രണ്ടെണ്ണത്തിൽ വലിയൊരു കോട്ടയാട്. ഇതിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഫൗണ്ടൈൻ ഉള്ളത്. ഈ ബിൽഡിംഗ് മൊത്തത്തിൽ ഒരു ടൂറിസം ലെവലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അകത്ത് ഫുള്ള് റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ പലതരം ഷോപ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും പെയിൻറ്റിങ്സ്, ക്രാഫ്റ്റ് വർക്ക്സ് അങ്ങനത്തെ കൂടുതലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഷോപ്പൊക്കെ അതിന് വേണ്ടിയിട്ട് മെയിൻലി ഹാൻഡ് ക്രാഫ്റ്റ് പോലെയുള്ള തിങ്സാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ബിൽഡിങ്ങിൻ്റെ മിനിയേച്ചറാണ്. ഇത് കാണുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലൊരു ഡിസൈൻ നമുക്ക് മനസ്സിലാവും. ഇതാണ് മാഗ്ഡബൂർഗ് കത്തീഡ്രൽ. സെൻറ്റ് മൗറീഷ്യസ് ആൻഡ് കത്തറീന കത്തീഡ്രൽ എന്നറിയപ്പെടുന്നുണ്ട്. സെൻട്രൽ ജർമ്മനിയിലെ ഒരു എവാഞ്ചലിക്കൽ ചർച്ചാണത്. ഇവിടെ ഈ സിറ്റികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ ഒരു ലാൻഡ്മാർക്കായിട്ടാണ് ഇവിടെ ഓരോ കത്തീഡ്രലും പണിയുക. 1520 ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയത്. AD 937 ഇതൊരു മൊണാസ്ട്രി ആയിരുന്നു. അതിനുശേഷം AD 968 ഇതൊരു കത്തീഡ്രലായിട്ട് കൺവേർട്ട് ചെയ്തത്. 1945 ഉണ്ടായിരുന്ന വേൾഡ് വാർ 2 എയർ റൈഡ് മൂലം ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും തകർക്കപ്പെട്ടിരുന്നു. അതിനുശേഷം 10 കൊല്ലത്തെ മെയിൻ്റനൻസിന് ശേഷം 1955 ഇത് റീഓപ്പൺ ചെയ്തത്. ഈ പള്ളിക്ക് 2 ടവറുകളാണുള്ളത്, സൗത്ത് ടവറും നോർത്ത് ടവറും. സൗത്ത് ടവറിനേക്കാളും നോർത്ത് ടവർ കുറച്ചുകൂടി ഹൈറ്റ് കൂടുതൽ, ഒരു 6 അടി ഹൈറ്റ് കൂടുതലാണ്. പള്ളിയുടെ അകംഭാഗമാണെങ്കിൽ ആർട്ട് വർക്കിനെ കൊണ്ടും ആൻറ്റിക്സ് വർക്കിനെ കൊണ്ടും ഭയങ്കര റിച്ചാണ്. അത് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ അകത്തെത്തിയിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞു തരാം. 1209 ഈ പള്ളി കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച്, ഈ ഡിസൈനെ കുറിച്ച്, അതായത് ഈ ഗോത്തിക് സ്റ്റൈലിനെ കുറിച്ചിട്ട് അവിടുത്തെ ക്രാഫ്റ്റ്സ്മാൻമാർക്ക് അന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് ചെറിയ ആർക്കിടെക്ചറൽ ചേഞ്ചസ് അവർ വരുത്തിയിരുന്നു. കത്തീഡ്രലിൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള സാങ്ച്വറി തൊട്ടാണ് അവർ ഈ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗോത്തിക് കത്തീഡ്രൽസിലുള്ള പോലെയുള്ള സപ്പോർട്ടിംഗ് വാൾസ് ഇതിനില്ല. ഫ്ലൈയിങ് ബട്രസസ് എന്നാണ് അതിനെ വിളിക്കുക. അത് ഈ പള്ളിക്ക് കൊടുത്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. 13th സെഞ്ച്വറി തൊട്ട് 17th സെഞ്ച്വറി വരെയുള്ള ബെൽസ് ഇവരിപ്പോഴും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മെയിൻലി 4 എടുത്തു വെച്ചിരിക്കുന്നത്. 4 പേരുണ്ട്. ദി സൂസൈൻ, ദി അപ്പസ്തോലിക്ക, ദ ഡൊമിനിക്ക, ദ ഓറേറ്റ്. ദ സൂസൈനാണ് ഏറ്റവും വെയിറ്റ് കൂടിയ ബെല്ല്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8800 kilograms ആണ്. പിന്നെ ഈ പള്ളിയിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആർട്ട് വർക്കുകളുണ്ട്. അതിൽ കൂടുതലും ചെയ്തിരിക്കുന്നത് മാർബിൾ കൊണ്ടും ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ മൊത്തം വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് പള്ളിയുടെ മെയിൻ അൾത്താര. ഈ പള്ളിയിലാണ് ഓട്ടോ 1 രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഈദിത്തിനെയും അടക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈദിത്തിൻ്റെ ശവകുടീരം. ഇതിൽ 947 എഴുതി വെച്ചിട്ടുണ്ട്. ആ കൊല്ലമാണ് പുള്ളിക്കാരി മരിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്.
പള്ളിയുടെ വലതുവശത്ത് തന്നെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. കോർട്ട്യാർഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു അൾത്താര പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതിനുശേഷം ഇതാണ് ആ കോർട്ട്യാർഡ്. ഇവിടെ മനോഹരമായിട്ട് അവർ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഡിസൈൻ തന്നെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയാണ് ജർമ്മനിയിലെ ആദ്യത്തെ ഗോത്തിക് സ്റ്റൈൽ ചർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ പള്ളിക്ക് സൈഡ് സപ്പോർട്ടിംഗ് പില്ലേഴ്സ് ഒന്നും ഇല്ല. ഇതാണ് കോർട്ട്യാർഡിൻ്റെ സൈഡിലുള്ള വരാന്ത. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറേ ആർട്ട് വർക്കുകൾ, ശില്പങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ഓരോ സ്കൾപ്ചേഴ്സാണ്. നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെ മനോഹരമായിട്ടുള്ള പല രൂപങ്ങളും കുറേ എഴുത്തുകളും ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഗനിൽ ഒരു 15 മിനിറ്റ് ഒരു പ്രയർ സോങ് ഒരു ചെയ്യും. അതാണ് ഇവിടെ ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. മാഗ്ഡംബർഗ് വിസിറ്റ് ചെയ്യുന്ന മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ലാൻഡ്മാർക്കാണ് മാഗ്ഡംബർഗ് കത്തീഡ്രൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് എത്തിപ്പെട്ടത് അടുത്തൊരു കത്തീഡ്രലാണ്. അതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ കത്തീഡ്രൽ. ഇതാണ് കത്തീഡ്രൽ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും അവിടെ കയറാൻ പറ്റിയില്ല. അതോ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് പുറമേ നിന്നുള്ള ദൃശ്യം മാത്രം പകർത്താൻ സാധിച്ചുള്ളൂ. ഇത് പക്ഷേ റോമൻ കാത്തലിക് കത്തീഡ്രലാണ്. മറ്റേത് എവാഞ്ചലിഷ് ആയിരുന്നു. ഇത് റോമൻ കാത്തലിക് ആണ്. ഈ കാണുന്നതാണ് മാഗ്ഡംബർഗിലുള്ള സോഷ്യൽ കോർട്ട്. ലേബർ കോർട്ടും അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടും എല്ലാ കോർട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു കോർട്ടാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ യൂറോപ്പിൻ്റെ ആ ഒരു പൗരാണിക സ്റ്റൈലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആർട്ട് വർക്കുകളാൽ സമ്പന്നമായിട്ടുള്ള ബിൽഡിങ്ങുകളും ശില്പങ്ങളും ഫൗണ്ടെയിൻസും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഫൗണ്ടെയിൻസൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. വിൻ്റർ ആകുമ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്തിടും, കാരണം വെള്ളം ഐസാവുമല്ലോ. ഇപ്പോൾ ഫുള്ള് ഓണാണ്.